തൊട്ടടുത്തുള്ള അയൽവാസി നാസറുദ്ദീൻ വിരമിച്ച SI ആണ്. പോലീസ് വകുപ്പിൽ നിന്ന് വിരമിച്ച നാസറുദ്ദീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ കേസിൻ്റെ ആദ്യ തുടക്കത്തിൽ ഇങ്ങനൊരു കൊല നടന്നു എന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ ആദ്യഘട്ടത്തിൽ അറിയുന്ന ആളുകൂടിയാണ്. അദ്ദേഹത്തിനോട് തന്നെ ഈ കൊല നടത്തിയ ആളെക്കുറിച്ചും ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. താങ്കൾ ഈ വിവരം അറിയുന്നുണ്ട്, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് വരുമ്പോഴാണ് അറിയുന്നത്, അതിന് മുമ്പ് തന്നെ അറിയുകയാണ്? പോലീസ് വന്ന് ഗേറ്റ് ബ്രേക്ക് ചെയ്ത് പിന്നെ പൂട്ട് പൊളിക്കുമ്പോഴാണ് ഞാൻ സൗണ്ട് കേട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. വീട്ടിൽ വന്ന് കൂടെ ഞാനും കൂടെ തന്നെയാണ്. പിന്നെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി അടുക്കള ഭാഗത്ത് ചെന്നപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ലടിച്ചു. അങ്ങനെ ഉടനെ അടുക്കള പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോലീസുകാരെ ബാക്കിയുള്ളവരെ ദൂരോട്ട് നിർത്തിയിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്ത് അടുക്കള ഭാഗം വഴിയാണ് അകത്ത് കയറി പിന്നെ ഹാളിൽ വരുമ്പോഴാണ് ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു, കമിഴ്ന്ന് കിടക്കുന്നു. അതാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉമ്മ അകത്തുണ്ട് എന്ന കാര്യം അകത്തുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ അത് അടുത്ത റൂം പൂട്ടിയിട്ടേക്കുമായിരുന്നു. എന്നിട്ട് ആ പൂട്ട് പൊളിക്കാൻ തന്നെ അരമണിക്കൂറോളം എടുത്തു. എന്നിട്ട് പിന്നെ ഡോറ് തുറക്കുന്നതിന് തന്നെ മുമ്പേ വെളിയിൽ വന്ന് ജനലടിച്ച് പൊട്ടിച്ച് അകത്ത് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നതായിട്ട് കണ്ടു ഈ ഉമ്മയുടെ. അതായത് ആ സമയത്ത് അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന്, ജീവനുണ്ടെന്ന് അപ്പോൾ ബോധ്യമാകുന്നു പുറത്തു വെച്ച് തന്നെ. അപ്പോൾ ജീവനുണ്ടെന്ന് ബോധ്യമായി. അങ്ങനെയാണ് ആംബുലൻസ് വിളിച്ച് വരുത്തുന്നതും 3 പേരെയും 3 ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. സാധാരണ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ വീട്ടിൽ 2 പേര്, അതായത് അഫ്വാനടക്കം 3 പേരുണ്ട് എന്ന കാര്യമാണ് അറിയാവുന്നത്. മറ്റൊരു കൊല കൂടി വീട്ടിനകത്ത് നടന്നിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പോലീസ് തന്നെ ഇങ്ങോട്ട് പറയുകയാണോ, അതോ ആ പരിശോധനയിൽ കണ്ടെത്തുകയാണോ? അല്ല, ഈ പ്രതി എന്ന് പറഞ്ഞ കക്ഷി സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ 3 പേരെ കൊന്നിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നാട്ടുകാർക്ക് അറിയില്ല ഇങ്ങനെ മൂന്നാമതൊരാൾ ഉണ്ട് എന്നുള്ളത്. നമുക്ക് സംശയമായിരുന്നു. മൂന്നാമതൊരാൾ നമ്മളിവിടെ കണ്ടിട്ടുമില്ല. ഇത് പിന്നീടാണ് അറിയുന്നത് ഈ പിന്നെ കൊല നടത്തിയ പയ്യൻ്റെ പിന്നെ പെൺ സുഹൃത്താണ് എന്നറിയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഈ പറഞ്ഞ അതേ നിലയിൽ തന്നെയായിരുന്നു, മുകളിലത്തെ നിലയിലാണ്. അപ്പോഴും നമ്മൾ കാണുന്നില്ല. അടുത്ത പോലീസുകാർ വീണ്ടും കൺഫേം ചെയ്തിട്ടാണ് വീണ്ടും പരിശോധിച്ചപ്പോഴാണ് അവരുടെ ഈ പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അതും ഈ കസേരയിലിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അതോ? അത് ഞാൻ കണ്ടില്ല. അത് ഇന്ന് പറഞ്ഞു കസേരയിലിരിക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറഞ്ഞു. അത് വളരെ ക്രൂരമായി ചുറ്റുകൊണ്ട് തലക്കടിച്ച് നിലയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ മൃതദേഹം നമ്മൾ കണ്ടില്ല. അപ്പോൾ ഈ മകൻ മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? മകൻ മരിച്ചു കിടക്കുന്നത് നേരിൽ കണ്ടു. അത് വെട്ട് കിട്ടി കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. പിന്നീടാണ് അറിയുന്നത് ചുറ്റിയേക്കാണ് അടിച്ചതെന്ന് പിന്നീടാണ് അറിയുന്നത്. ഈ അഫ്വാനെ അവസാനമായി ഈ കൊലയ്ക്ക് മുമ്പേ ഈ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്തോ ഈ ഇളയ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ എന്തെങ്കിലും ചട്ടം കണ്ടായിരുന്നു? നേരിൽ കണ്ടില്ല. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞാൽ അയൽവാസി വീട്ടിൽ ഈ ഉമ്മായെ കാണാത്തതുകൊണ്ട് ഇളയ കുട്ടി അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഉമ്മായെ കാണുന്നില്ല, വിളിച്ചിട്ട് വിളിയേൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴ് തന്നെ ഈ ഉമ്മായുടെ ഫോണിൽ കുട്ടി വിളിച്ചപ്പോൾ എടുത്തത് ഈ പ്രതി എന്ന് പറയുന്ന കക്ഷിയാണ്. അപ്പോൾ അഫ്വാൻ ആ സമയത്ത് വീട്ടിലില്ല. വീട്ടിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് കുറ്റുമുട്ടിലെത്തിയതായിട്ട് ഫോണിൽ കൂടെ വിളിച്ചറിയിച്ചു. അനിയനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് അനിയനെയും കൂട്ടിക്കൊണ്ട് വന്ന് പൂട്ട് തുറന്ന് അകത്ത് കയറി. പിന്നീടുള്ള കാര്യം നാട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഈ അഫ്വാൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നുള്ളത്, പുറത്തുള്ള ബന്ധങ്ങൾ പുറത്ത് വലുതായിട്ട് അങ്ങനെ പിന്നെ സംസാരം ഇല്ലാത്ത വലിയ കൂട്ടുകളൊന്നും ഈ കുട്ടിക്കില്ല. അത് പിന്നെ നമുക്ക് സംശയം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. കാര്യം ഈ വേറെ വലിയ സുഹൃത്ത് ബന്ധമില്ല, വേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കറിവില്ല. അങ്ങനെ ഈ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് മൊഴിയിൽ ആദ്യഘട്ടത്തിൽ പറയുന്നത് സാമ്പത്തിക പരാധീനതകളാണ്. ഈ വീടിൻ്റെ ലക്ഷണം കണ്ടിട്ടോ വീട്ടുകാരുമായി ബന്ധപ്പെട്ടോ ഈ ഉമ്മയുമായിട്ടോ ഒക്കെ സംസാരിക്കേണ്ട സാഹചര്യമോ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരെങ്കിലും ആ വീട്ടിൽ പണം ചോദിച്ചു വരികയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഈ പിന്നെ ഇവൻ്റെ ബാപ്പ ഗൾഫിലിരിക്കുന്ന ആൾ കൊറോണയോട് അനുബന്ധിച്ച് പിന്നെ ബിസിനസ്സൊക്കെ ഡള്ളായി. അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു വീട്ടുകാർ അതിൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു. അതിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അനുഭവത്തിൽ അറിയാം. ഈ അഫ്വാൻ്റെ ജീവിത രീതിയും സ്വഭാവത്തെ സംബന്ധിച്ച് ലഹരി ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഇതിനു മുമ്പ് എന്തെങ്കിലും ക്രൈം നടത്തിയോ, മറ്റ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ക്രൈമോ പ്രശ്നങ്ങളോ വീട്ടിലെന്തെങ്കിലും ഒച്ചപ്പാടോ അങ്ങനെ എന്തെങ്കിലും, തൊട്ടയൽവാസിയാണല്ലോ, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ലഹരി ഉപയോഗിക്കുന്നതായി നമ്മൾക്ക് ആർക്കും അറിയില്ല. വേറെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ ഈ ഇളയ കുട്ടി എല്ലാവരുമായി സമപ്രായക്കാരവർ കളിക്കാനൊക്കെ പുറത്തു പോകുന്ന ആളാണെന്ന് പറയും. പുറത്തല്ല, ഇവിടെ തന്നെ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെ നിന്ന് ഫുട്ബോൾ അടിച്ച് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അവർ കൂടെ രാത്രി കൂടുതലും ഫുട്ബോൾ കളിക്കുന്ന ജ്യേഷ്ഠനും അനുജനുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള പ്രകോപനമാണെന്ന് നമുക്ക് കരുതാനും പറ്റൂലല്ലേ, എങ്ങനെയാണെന്ന്? ഇത് ഈ പെൺകുട്ടി വന്നതിന് ശേഷമുള്ള സംഭവമാവാം പ്രധാന കാരണം. അതായിരിക്കണം, അല്ലാതെ സംഭവിക്കാൻ വേറെ ഒരു സാധ്യതയുമില്ല.
ഈ സാമ്പത്തിക പ്രശ്നം പെടുന്നതിന് ഒരു കൊലപാതകത്തിലേക്ക് വരാൻ സാധ്യത കുറവാണ് അല്ലേ? ഇല്ല, അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഈ പെൺകുട്ടി വന്നതിന് ശേഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളായിരിക്കണം ഇതിൽ ഈ കൊലപാതകത്തിലേക്ക് ഈ പോയത്. ബാപ്പയെ അവസാനമായി പുള്ളി ഗൾഫിലാണല്ലോ, വിദേശത്താണല്ലോ, അവസാനമായി ഇവിടെ വന്നത്. ഈ പിന്നെ വാപ്പ എന്ന് പറയുന്ന കക്ഷി 8 വർഷത്തോളമായി നാട്ടിൽ വന്നിട്ട് ഇതിനിടയിൽ ഇവർ പിന്നെ ഈ മക്കളും പിന്നെ ഈ ഉമ്മായുമായിട്ട് പിന്നെ പിന്നെ ഉമ്രയ്ക്കായിട്ട് സൗദിയിൽ പോയിട്ടുണ്ട്. പോയിട്ട് 3-4 മാസം അവിടെ ചിലവഴിച്ച ശേഷം ഇവിടെ തിരികെ വന്നതിന് ശേഷം ഈ പറയുന്ന പിന്നെ ഈ പ്രതി എന്ന് പറയുന്ന കക്ഷി പിന്നെ വേറെ പഠിക്കാൻ പോകുന്നതായിട്ട് അറിയില്ല. മിക്ക സമയങ്ങളിൽ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും അല്ലേ? മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവും. ബൈക്ക് എടുക്കും, പുറത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. മറ്റു വിവരങ്ങൾ നമുക്ക് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവം നമുക്കറിയില്ല. ഈ മറ്റേ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർ നമ്മുടെ പൊതുവായിട്ടുള്ള ചടങ്ങുകൾ പങ്കെടുക്കുക, അങ്ങനെ സമൂഹത്തിൽ മറ്റേ ആൾക്കാരുമായിട്ട് അയൽവാസികളുമായിട്ട് ബന്ധം അങ്ങനെയൊന്നുമില്ല ഉമ്മയ്ക്കും? അല്ല, ഉമ്മ എല്ലാ കാര്യങ്ങൾക്കും അയൽവാസിയുമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന കക്ഷിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച അപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോഴും വന്നിരുന്നു. സഹകരണത്തിലൊന്നും ഒരു കുറവില്ല. എല്ലാവർക്കും തമ്മിൽ സംസാരിക്കുന്ന കൂട്ടായിരുന്നു ഈ ഉമ്മ. ഈ പെരുമലയിലെ ഈ ഗ്രാമപ്രദേശത്ത് ഈ സംഭവം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു നടുക്കമായിരിക്കുമല്ലോ, അത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത നടുക്കമായിരുന്നു അല്ലേ? നടക്കുമായിരുന്നു. നമ്മളിത് കാണുമ്പോൾ ഇത് ഭയങ്കര നമുക്ക് നല്ല പ്രയാസമുണ്ടായി. കാര്യം ഈ ഇത്രയും കൊലപാതകം നടക്കുന്ന പയ്യനാണെന്ന് നമുക്ക് അതിശയമായിപ്പോയി. അത്